ഫോർട്ട് കൊച്ചി കാർണിവലിന് തുടക്കം കുറിച്ച് ഫോർട്ട് കൊച്ചിയിലെ സെയിന്റ് ഫ്രാൻസിസ് പള്ളിയങ്കണത്തിലെ യുദ്ധസ്മാരകത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചു. സമാധാനത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും സന്ദേശം മുൻനിർത്തിയാണ് ചടങ്ങുകൾ നടക്കുന്നത്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, കൊച്ചിക്ക് ഇനി ആഘോഷത്തിന്റെ നാളുകളാണ്. ഏത് രീതിയിലാണ് ചടങ്ങുകളൊക്കെ അവിടെ നടക്കുന്നത്? സ്വാതി, അത് തന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ സമാധാനത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും എല്ലാം സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തവണ കൊച്ചിൻ കാർണിവലിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ കൊച്ചിയിലെ പ്രധാന പ്രമുഖരെല്ലാവരും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോഴുള്ള ഫോർട്ട് കൊച്ചി സെയിന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിലാണ് ഇത് സംബന്ധിച്ച ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. നമ്മൾക്കറിയാവുന്നത് പോലെ തന്നെ 1984 കൊച്ചിൻ കാർണിവലിൽ ആദ്യമായി തുടക്കം കുറിക്കുന്നത്. അന്ന് ലോക യുവജനങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് യുവജനങ്ങളുടെ സമാധാനത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും ഒപ്പം തന്നെ സാഹസത്തിൻ്റെയും എല്ലാം പ്രതീകമായി മാറണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ലോക സംഘടനകൾ എല്ലാവരും തന്നെ മുന്നോട്ട് വന്നപ്പോൾ അന്ന് കൊച്ചിയിലും ഒരു കാർണിവലിന് തുടക്കം കുറിക്കുകയായിരുന്നു. ആ കാർണിവൽ ഇന്ന് 41 വർഷം പിന്നിടുകയാണ്. ആ കാർണിവലിൻ്റെ ഒരു തുടക്കം ആണ് ഈ കാണുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 41 വർഷമായി കൊച്ചി കാർണിവൽ നടക്കുമ്പോൾ കേരളത്തിൻ്റെ തന്നെ ഒരു ആഘോഷങ്ങളുടെ, പ്രത്യേകിച്ചും പുതുവത്സരത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും എല്ലാം ആഘോഷങ്ങളുടെ ഒരു തുടക്കമായി തന്നെയാണ് കൊച്ചി കാർണിവലിനെ വിലയിരുത്തുന്നത്. സെയിന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിൽ നിന്നാണ് എല്ലാ വർഷവും ഈ യുദ്ധസ്മാരകത്തിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന കത്തീഡ്രലിന് തൊട്ടടുത്തുള്ള യുദ്ധസ്മാരകത്തിൽ ഇത്തരത്തിൽ ഈ ചടങ്ങുകളുടെ ഒരു തുടക്കം കുറിക്കുന്നത്. അവിടെ നിന്ന് മേയർ അടക്കമുള്ള ആളുകൾ റീത്ത് സമർപ്പിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഒരു ചടങ്ങിന് തുടക്കം കുറിക്കും. എന്തായാലും കൊച്ചി മേയർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ഒന്ന് ചോദിക്കാവുന്നതാണ്. സാറേ, എങ്ങനെ ഇരിക്കും ഇത്തവണത്തെ ഒരു ആഘോഷം? വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തും. RDOയും അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, MLA അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, നഗരസഭയുടെ എല്ലാ സഹായവും ഉണ്ടാവും. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു കഴിഞ്ഞ തവണ ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിന് മുമ്പിലത്തെ വർഷമാണ് പ്രശ്നം. കഴിഞ്ഞ തവണ സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടിയില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും. എന്തായാലും അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ നന്നായി ഈ പറയുന്ന കൊച്ചിൻ കാർണിവൽ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ആളുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആളുകളെ ഇതിലേക്ക് നിലനിർത്തിക്കൊണ്ടായിരിക്കും ഇത്തവണ ഈ ആഘോഷം കൊണ്ടുപോകുക. കൊച്ചിയുടെ ഡെപ്യൂട്ടി കളക്ടർ കൂടി ചേരുകയാണ്. മീര മാഡം, എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ആഘോഷങ്ങളെല്ലാം? നമ്മൾ ലാസ്റ്റ് ഇയർ ഒരുപാട് നല്ലൊരു ക്രൗഡ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ ഷോർട്ട് കമ്മിങ്സും കൂടെ പരിഹരിച്ച് ഏറ്റവും നല്ല രീതിയിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാം, പക്ഷേ സേഫായിട്ട് എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയായിരിക്കും ആഘോഷം മുഴുവൻ. കൊച്ചിയിൽ കാർണിവലിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കൊച്ചി കാർണിവലിന് നഗരം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സെയിന്റ് ഫ്രാൻസിസ് പള്ളിയങ്കണത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. സമാധാനത്തിൻ്റെ സന്ദേശമൊരുക്കിയാണ് ചടങ്ങുകൾ നടക്കുന്നത്.